ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിക്സാക് സ്റ്റിച്ചിങ് ആണ്. ഇത് സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറിയിലും മിഷൻ വർക്കിലും നമ്മൾ ഇത് സർവ്വസാധാരണ ടീ സ്റ്റിച്ച് നമുക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. സോ ഇത് മെയിനായിട്ട് ബോർഡർ വർക്കിനൊക്കെ ഈ സ്റ്റിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഫസ്റ്റ് 2 ലൈൻ ഡിവൈഡ് ചെയ്ത ശേഷം വി പോലെ ഷേപ്പ് കൊടുക്കാം. ആദ്യമേ നമുക്ക് ഇവിടുന്ന് ഒരു ത്രെഡ് എടുത്ത് ഇവിടെ പോയിട്ട് ഫില്ല് ചെയ്ത് പോകാം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ എൻഡിൽ നിന്ന് നമുക്ക് ഒരു ത്രെഡ് എടുക്കാം. അതിനുശേഷം ഈ എൻഡിൽ ഈ പോയിന്റിൽ നമ്മൾ കുത്തിയിറക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിലെടുക്കുക. ഈ വശത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇങ്ങനെ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. അവസാനം ഇവിടം വരെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്ത് ഇനി ഈ സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്യണം. അവിടുന്ന് നമ്മൾ ത്രെഡ് ആ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലേക്ക് ഈ പോയിന്റിലേക്ക് കുത്താം. അതിനുശേഷം നെക്സ്റ്റ് പോയിന്റിലേക്ക് കുത്തി നെക്സ്റ്റ് നമ്മളെവിടെയാണ് കുത്തി ഇറക്കുന്നത് അവിടെ തന്നെ കുത്താം. അത് കഴിഞ്ഞ ശേഷം അടുത്തത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പം നമ്മുടെ സിഗ്സാക് സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് മെയിനായിട്ട് ബോർഡർ വർക്ക്, ഫ്ലവർ, ലീഫ് എന്നിവ ഫില്ല് ചെയ്യാൻ നമ്മൾ ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് വരുന്നു. ഇതൊരു വി ഷേപ്പ് ആകൃതി നമുക്ക് തരുന്നുണ്ട്. സോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കണം. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ.